ബ്രെഡ് എന്നൊരു ഐറ്റം വെച്ചിട്ട് നമുക്ക് എത്ര അധികം വിഭവങ്ങളല്ലേ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അടിപൊളിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് എരിവ് വേണ്ടല്ലോ. അപ്പൊ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ ബ്രെഡ് എടുക്കുന്നതിന്റെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ബ്രെഡിനാണല്ലോ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെയാണ് കേട്ടോ എടുക്കേണ്ടത്. ആ ഒരു അളവാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പൊ തക്കാളിയും കൂടെ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ നമ്മൾ ഇതിലേക്ക് മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതും ഞാൻ പറഞ്ഞ പോലെ ബ്രെഡിന്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ബ്രെഡിന്റെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാല ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസാല ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു നടുഭാഗം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ഒരു 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ ചിക്കി എടുക്കില്ലേ, അപ്പൊ അതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് ചിക്കി എടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ പിന്നെ നമുക്ക് മസാലയുടെ കൂടെ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒക്കെ ഇളക്കി കഴിയുമ്പോഴേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബ്രെഡിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പൊ ബ്രെഡിൽ മസാല പിടിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബ്രെഡിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു മസാലയും ബ്രെഡും മുട്ടയും എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ സംഭവം റെഡിയായി. ഇനിയിപ്പോ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാം. ഇതിലേക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. അപ്പൊ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.